നമസ്കാരം. സൗത്ത് ആഫ്രിക്കയുമായി ഈ മാസം 30-ന് ആരംഭിക്കാനിരിക്കുന്ന ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പരിക്കേറ്റ ശുഭ്മൻ ഗിൽ, ശ്രേയസ് അയ്യർ എന്നിവരുടെ അഭാവത്തിൽ KL രാഹുലാണ് ഈ പരമ്പരയിൽ ഇന്ത്യയെ നയിക്കാൻ പോകുന്നത്. പരിക്കു കാരണമാണ് ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും ഒരുപോലെ വിട്ടുനിൽക്കേണ്ടി വന്നത്. 3 വിക്കറ്റ് കീപ്പർ ബാറ്റർമാരുണ്ടായിട്ടും ഈ ഫോർമാറ്റിൽ തകർപ്പൻ റെക്കോർഡുള്ള മലയാളി സൂപ്പർ താരം സഞ്ജു സാംസണും ടീമിൽ സ്ഥാനം ലഭിച്ചില്ല എന്നത് മറ്റാരും പറയുന്നില്ലെങ്കിലും മലയാളികളെങ്കിലും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നായകനായ രാഹുലിനെ കൂടാതെ ഋഷഭ് പന്ത്, ധ്രുവ് ജുറേൽ എന്നിവരാണ് സംഘത്തിലെ മറ്റു കീപ്പർ ബാറ്റർമാർ. ജുറേലിനെ സ്പെഷ്യലിസ്റ്റ് ബാറ്ററായിട്ടാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ശ്രേയസിന്റെ 4ാം നമ്പർ ഒഴിവായിരുന്നിട്ടും എന്തുകൊണ്ട് ഈ സ്ഥാനത്തേക്ക് സഞ്ജുവിനെ പരിഗണിച്ചില്ലെന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഉയർന്നു വരുന്നത്. ശരിക്കും സഞ്ജുവിനേക്കാൾ മികച്ച റെക്കോർഡ് തന്നെയാണ് ഈ ഫോർമാറ്റിൽ ഋഷഭിനുള്ളതെന്ന് ചോദ്യങ്ങൾ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാണ്. ഏകദിന ക്രിക്കറ്റിൽ ഋഷഭ് പന്തിന്റെയും സഞ്ജു സാംസണിന്റെയും റെക്കോർഡ് പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആരാണ് ബെസ്റ്റ് എന്ന കാര്യത്തിൽ നമുക്കൊരു ഉത്തരം ലഭിക്കുമെന്ന് കൂട്ടിച്ചേർക്കുന്നു. ഋഷഭിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഋഷഭിനെ മത്സരിക്കാൻ കഴിയാതെ തന്നെ കളിക്കാൻ അവസരം ലഭിച്ചില്ലെങ്കിലും കണക്കുകളെടുത്താൽ സഞ്ജു തന്നെയാണ് കേമനെന്ന് ബോധ്യമാകുമെന്നാണ് കണക്കുകൾ പറയുന്നത്. 31 മത്സരങ്ങളിലായി 27 ഇന്നിംഗ്സുകളിലാണ് ഋഷഭ് ഇതിനോടകം കളിച്ചിട്ടുള്ളത്. 33.5 ശരാശരിയിൽ 106.22 സ്ട്രൈക്ക് റേറ്റിൽ 871 റൺസാണ് അദ്ദേഹം നേടുകയും ചെയ്തത് എന്ന് പറയാം. 5 ഫിഫ്റ്റികളും 1 സെഞ്ചുറികളും അടക്കമാണ് ഇത് സംഭവിച്ചത്. ഉയർന്ന സ്കോറും പുറത്താവാതെ നേടിയ 205 റൺസുമാണ്. 91 ഫോറുകളും 26 സിക്സറുകളും ഋഷഭ് അയച്ചിട്ടുണ്ട്. എന്നാൽ സഞ്ജുവിന്റെ കാര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടേക്ക് വന്നാൽ വളരെ വൈകിയാണ് ഏകദിനത്തിൽ അരങ്ങേറാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ഉണ്ടായത്. വെറും 16 മത്സരങ്ങളിൽ മാത്രമേ മലയാളി താരം ഇതിനോടകം കളിച്ചിട്ടുള്ളൂ. ഇതിൽ ബാറ്റ് ചെയ്തതാവട്ടെ വെറും 14 ഇന്നിംഗ്സുകളിൽ മാത്രം. T20യിൽ സ്ഥിരതയില്ലായ്മ ഒരു ദൗർബല്യമാണെങ്കിലും ഏകദിനത്തിൽ അതിശയിപ്പിക്കുന്ന പ്രകടനമാണ് സഞ്ജു നടത്തിയിരിക്കുന്നത്. 56.67 എന്ന ആരെയും ഞെട്ടിക്കുന്ന ശരാശരിയിൽ 510 റൺസ് എടുത്ത് ഏകദിനത്തിൽ അദ്ദേഹം സ്വർണങ്ങളൊക്കെ നേടിക്കഴിഞ്ഞു. 1 സെഞ്ചുറിയും 3 ഫിഫ്റ്റികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഉയർന്ന സ്കോർ 108 റൺസാണ്. 99.61 എന്ന മികച്ച സ്ട്രൈക്ക് റേറ്റും സഞ്ജുവിനുണ്ട്. 34 ഫോറുകളും 22 സിക്സറുമാണ് ഏകദിനത്തിൽ അദ്ദേഹത്തിന്റെ സമ്പാദ്യമായി തന്നെ കയ്യിലുള്ളത് എന്ന് പറയാം. വളരെയധികം തന്നെ അദ്ദേഹം സൂക്ഷിക്കുന്നതാണ് ഇദ്ദേഹത്തിന്റെ റെക്കോർഡുകൾ. വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ജുവിന്റെ കയ്യിലുള്ള റെക്കോർഡുകളൊന്നും അധികമാരുടെയും കയ്യിലില്ല എന്ന് തന്നെ പറയണം. അതിനേക്കാൾ ദുഃഖകരമായ കാര്യം അവസാനം കളിച്ച മത്സരങ്ങളിൽ സെഞ്ചുറിയോടെ പ്ലെയർ ഓഫ് ദി മാച്ച് ആയിട്ടും അദ്ദേഹത്തിന്റെ ടീമിൽ അവസരമില്ല എന്നത് തന്നെയാണ്. 2023 ഡിസംബറിൽ സൗത്ത് ആഫ്രിക്കയുമായി അവരുടെ നാട്ടിൽ നടന്ന ഏകദിന പരമ്പരയിലെ 3ാമത്തെയും അവസാനത്തെയും മത്സരത്തിലാണ് സഞ്ജുവിനെ അവസാനമായി എല്ലാവരും കണ്ടത്. KL രാഹുലിനെ കീഴിലിറങ്ങിയ ഇന്ത്യ അന്ന് സൗത്ത് ആഫ്രിക്കയെ മലർത്തിയടിച്ച കളി ജയിക്കുന്നതിനോടൊപ്പം തന്നെ 2-1 പരമ്പരയും കൈക്കലാക്കിയിട്ടുണ്ടായിരുന്നു.